രാത്രി വളരെ വൈകിയും എമ്പുരാനെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു വാർത്ത, ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു. ഓസ്ട്രേലിയയിൽ 1,72,00,000 രൂപ എമ്പുരാൻ കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് കിട്ടിയ വാർത്ത. അതുപോലെ തന്നെ പോളണ്ടിലെ കാര്യം ഞാൻ പറഞ്ഞു, പോളണ്ടിൽ ടിക്കറ്റ് തന്നെ ഫോളോ ഔട്ടായി പോയിരിക്കുന്നു എന്ന്. ജർമ്മനി, നെതർലാൻഡ്സ്, കാനഡ, അമേരിക്ക എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം തീർത്ത മായാലോകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവിടെ നിന്നൊക്കെയുള്ള വാർത്തകൾ സ്ഥിരമായിട്ട് വരുന്ന ഓസ്ട്രേലിയയിൽ 1,72,00,000 രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ കളക്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് എമ്പുരാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ എല്ലാം റെക്കോർഡ് ഇടുമ്പം ഇതിനി പണം തിയേറ്ററിലെത്താൻ വേണ്ടി 5 ദിവസം കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ പലത് സംഭവിക്കാം, പല റെക്കോർഡുകളും മാറാം. ഇതിനിടയിൽ വരുന്നൊരു വാർത്ത, ടിക്കറ്റ് നിരക്ക് 1,200, 1,400 ഒക്കെ മേടിക്കുന്ന PVRൻ്റെ തിയേറ്ററുകളുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് നിരക്ക് ഇത്രയും കൂടിയിട്ടും ടിക്കറ്റ് പെട്ടെന്ന് വിറ്റുപോകുന്നു എന്നുള്ളതാണ്. അവിടെ എല്ലാം ഹൗസ്ഫുള്ളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ചില തിയേറ്ററുകൾ 24 മണിക്കൂറും ഷോ നടത്തുവാൻ വേണ്ടി അധികൃതരോട് അനുവാദം മേടിച്ചിരിക്കുന്നു, അതും പ്രകാരം കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിലെ ഒന്ന് PVRൻ്റെ തിയേറ്റർ തന്നെയാണ്. അവിടെ 24 മണിക്കൂറും 27-ാം തീയതി 6 മണിക്ക് ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് 6 മണി വരെ തുടർച്ചയായിട്ട് 8-9 ഷോകളോ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിട്ടാണ് ഇത് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു തിയേറ്റർ 24 മണിക്കൂർ ഇങ്ങനെ ഷോ കളിച്ച ചരിത്രമില്ല. അതും എമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്നു. ഇതൊക്കെയാണ് എമ്പുരാനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത് അധികൃതരുടെ അനുവാദം വാങ്ങി ഇങ്ങനെ ഷോ കളിപ്പിച്ച് കഴിയുമ്പം 27-ാം തീയതി എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടിക്കറ്റുകളും തീർന്നു. അങ്ങനെയെങ്കിൽ മറ്റു തിയേറ്ററുകളിലും ഈ തന്ത്രം പ്രയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മിക്കവാറും എമ്പുരാൻ കളിക്കുന്ന എല്ലാ തിയേറ്ററുകളും ചിലപ്പം 24 മണിക്കൂറും ഷോ കളിച്ച് ഇതൊരു മഹാസംഭവമായി മാറ്റാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള വാർത്തകളാണ് സ്ഥിരമായിട്ട് വരുന്നത്. എല്ലാ തിയേറ്ററിലെയും 5 ദിവസത്തേക്ക് ടിക്കറ്റ് തീർന്നു, പ്രമുഖ തിയേറ്ററിലെ എല്ലാ ടിക്കറ്റുകൾ തീർന്നു എന്ന് നിസ്സംശയം പറയാം. അതിനിടയിൽ രാത്രി വളരെ വൈകിയും 12 മണിക്കുമൊക്കെ 20,000 ടിക്കറ്റൊക്കെ മണിക്കൂറിൽ വിറ്റുപോകുന്ന സ്ഥിതിയും ഉണ്ടായി. അങ്ങനെ എമ്പുരാനെ പറ്റിയുള്ള പുതിയ വാർത്തകൾ രാത്രിയിലും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എമ്പുരാൻ തരംഗം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ലോകം എമ്പാടും ഇത് തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കർണാടകത്തിലെ കാര്യം കേട്ടു, 1 കോടിക്ക് മുകളിൽ കർണാടക കളക്ട് ചെയ്തു എന്ന് പറയുന്നു. പ്രീ സെയിലാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിട്ടല്ല ആൾക്കാർ കയറുന്നത്, അതിനു മുമ്പ് തന്നെ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അപൂർവമായ നേട്ടത്തിലാണ് എമ്പുരാൻ. വാർത്തകൾക്ക് വേണ്ടി വീണ്ടും എത്താം.